ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ KSRTCയുടെ ഡ്യൂലക്സ് ബസ്സാണ്. ഇന്ന് നമ്മൾ ശബരിമലയ്ക്കൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ശബരിമലയ്ക്ക് അപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആൾക്കാരെ കയറ്റിയിട്ടില്ല, കുറച്ച് പേര് ഇനി കയറ്റാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ പോവാം. ആൾക്കാരെ കയറ്റാനുണ്ട്, ഇനി വേറൊരു സ്ഥലത്തുനിന്നാണ് കയറ്റുന്നത്. ആൾക്കാരെ ഇനി കയറ്റിയിട്ട് നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളെ വണ്ടിയിൽ നിറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്ത് ചന്ദനമൊക്കെ പൂശിയായിരുന്നു. അത് നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയതാണ് ഗൈസ്. അപ്പോൾ വണ്ടി എടുത്തപ്പോൾ തന്നെ ചെറുതായിട്ടൊരു ട്രക്കുകാരൻ കൊണ്ടുവന്ന് ഇടിച്ചു. നമ്മളെ സിഗ്നൽ നോക്കാതെ എടുത്താണ് ഗൈസ് പ്രശ്നം പറ്റിയത്. പക്ഷേ കുഴപ്പമില്ല, 95% ഹെൽത്ത് ഉണ്ട്. നമുക്കപ്പോൾ ആൾക്കാരെ എടുക്കാൻ പോവാം ഗൈസ്. പിന്നെ ഈ വണ്ടിയും കൊണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് സ്പീഡും കൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോഡിംഗ് മാപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആൾക്കാരെ കഴിഞ്ഞ ലോഡിംഗ് മാപ്പ് കയറ്റിയായിരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. പിന്നെ ഇതിനകത്ത് കാണാത്ത എന്നാന്ന് ചോദിച്ചാൽ ഹൈഡ് ചെയ്തിട്ടേക്കും, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. നമ്മൾ പക്ഷേ ആൾക്കാരെ കയറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ എനിക്ക് പണ്ട് മുതൽ ഭയങ്കര പേടിയാണ് ഗൈസ്. ഇവിടെ ഒരു കലിങ്കും ഒരു പാലം പോലത്തെ ഒരു സ്ഥലം. അവിടെ നിന്ന് ഈ വളവ് ഇവിടെ വന്നിട്ട് എപ്പോഴും ഇവിടെ വന്ന് ഇടിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോൾ ഇല്ലേ കൂടെ വന്നാലും പതിയെ പോകാറുള്ളൂ. അപ്പം നിങ്ങളില്ലേ കൂടെ വരുമ്പോഴും സൂക്ഷിച്ച് പോകണം ഗൈസ്. പിന്നെ ഈ വീഡിയോ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് മാത്രമാണ്, നിങ്ങൾ അങ്ങനെ തന്നെ ഇത് കാണണം ഗൈസ്. അപ്പോൾ ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് ഏതൊക്കെ അമ്പലത്തിൽ കയറണം എന്നറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഗുരുവായൂരിന് പോയായിരുന്നു മുമ്പേ. എന്നിട്ട് കട്ട് ചെയ്തത് അതും. പിന്നെ ഗൈസ് വണ്ടിക്ക് എന്തോ ഒരു മിസ്സിങ് ഉള്ള പോലെ കാണിക്കുന്നു. ഇറങ്ങി നോക്കട്ടെ. പ്രശ്നമൊന്നുമില്ല ഗൈസ്, പക്ഷെ എന്തോ ഒരു മിസ്സിങ് കാണിക്കുന്നുണ്ട് ഈ വണ്ടിയിൽ. നമ്മൾ ഓഫാക്കിയിട്ടാണ് പോയത്. പിന്നെ ഗിയർ ബോക്സ് കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊന്ന് പണി കിട്ടിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ ഒരു ട്രാഫിക്കിൽ നിൽക്കുമായിരുന്നു. ഇതിൻ്റെ ഗിയർ ഫസ്റ്റ് ഇട്ടിട്ട് എന്നുവെച്ചാൽ മഞ്ഞ വെട്ടം തെളിയുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ട് കയറുമായിരുന്നു. എന്നിട്ട് ഞാൻ ഗിയർ ബോക്സ് ഫസ്റ്റ് ഇട്ടിട്ടും ആവുന്നില്ല. ഈ ഗിയർ ബോക്സ് മാനുവൽ വെച്ച് തന്നെ വെച്ചാൽ ഞാൻ കളിക്കുന്നത്. എന്നിട്ട് ഗിയർ ഫസ്റ്റ് ഇട്ടിട്ടാവുന്നില്ലായിരുന്നു. എന്നിട്ട് ഞാൻ മറ്റേ ഓട്ടോമാറ്റിക് ഇട്ട് എടുത്തുകൊണ്ട് പോയത്. ഈ ഗിയർ ബോക്സിന് എന്തോ പ്രശ്നമുണ്ട് ഗൈസ്, അതെനിക്ക് ഉറപ്പാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ സ്വാമിമാർ കുറേ നേരമായിട്ട് പാട്ടിട്ട് കൊടുക്കാൻ പറയുന്നുണ്ടായിരുന്നു അയ്യപ്പൻ്റെ ഏതെങ്കിലും. അതുകൊണ്ട് നമ്മൾ മുമ്പ് തന്നെ പാട്ടിട്ടായിരുന്നു. അതിൻ്റെ ഒരു ഇതാണ് പുറകെ കേൾക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ പമ്പ എത്താറായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ കയറ്റവും വലിയൊരു കയറ്റവും ഒരു വളവും കൂടെ ഉള്ള സ്ഥലത്താണ്. ഇതിന് മുമ്പ് വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നം പറ്റി ഒരു വണ്ടിക്കാരൻ ഇങ്ങോട്ടൊന്ന് ഇടിച്ചതാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് ഓഫായിപ്പോയി. പിന്നെ കുറേ നേരത്തേക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ വണ്ടി ഓണാവുന്നൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അതാ മുമ്പേ കുറേ നേരം കട്ട് ചെയ്തത്. ഗൈസ്, എന്തോ ഒരു ശബ്ദം കേട്ടിരുന്ന് ഇറങ്ങി നോക്കട്ടെ. എന്തോ ടയറ് പൊട്ടുന്ന പോലൊരു സൗണ്ടാണ് ഗൈസ് കേട്ടത്. ഒരു മിനിറ്റ് നോക്കട്ടെ. അല്ല ഗൈസ്, നമ്മളെ അല്ല, താഴെ കണ്ടൊരു വണ്ടിയുടെ ആണെന്ന് തോന്നുന്നു. അതൊന്നും കുഴപ്പമില്ല ഗൈസ്. അപ്പം നമുക്ക് പോവാം. ഇതെന്ത് ഈ വണ്ടി അനങ്ങാത്തെ ഗൈസ്? ഈ വണ്ടി വീണ്ടും എന്തോ പ്രശ്നം പറ്റിയിരുന്നു. ഹാൻഡ് ബ്രേക്ക് ആയിരുന്നു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാർട്ട് 1. നമ്മൾ പാർട്ട് 2 ഇനി അടുത്ത ദിവസം, നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ്, അതായത് 2-ാം തീയതി അല്ലെ 3-ാം തീയതി വരുന്നതായിരിക്കും. അപ്പോൾ ഈ ബസ് തന്നെയായിരിക്കും നമ്മൾ ശബരിമലയ്ക്ക് തന്നെ പോകുന്നത്. ഇതിൻ്റെ പാർട്ട് 2. ഇന്ന് പാർട്ട് 1 മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ പാർട്ട് 1 ഇത്രയേ ഉള്ളൂ ഗൈസ്. പാർട്ട് 2 കാണാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നോ നാളെ വീഡിയോ വരും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.